പാചകവാതക ഏജൻസിക്ക് മുമ്പിൽ വൻ തിരക്ക്. രാവിലെ മുതൽ 1000-ഓളം പേരാണ് ഇവിടെ തടിച്ചുകൂടിയത്. എന്നാൽ 300-ൽ താഴെ സിലിണ്ടറുകൾ മാത്രമാണ് വിതരണം ചെയ്യാനുള്ളത്. MC ബോബൻ ചേരുന്നു. ബോബൻ, അറിയാം സംസ്ഥാനത്ത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതക പ്രതിസന്ധി ഉണ്ട്. എങ്ങനെയാണ് ഈ പാചകവാതക ഏജൻസിക്ക് മുമ്പിലേക്ക് 1000-ഓളം പേരെത്തിയത്? അമ്പിളി, ഇടുക്കിയിൽ കട്ടപ്പനയിൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് മുമ്പിലാണ് ഇപ്പോൾ ഇതുവരെ ആളുകൾ വളരെ വ്യാപകമായി കൂട്ടത്തോടെ എത്തിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ കൂട്ടത്തോടെ എത്തിയിരുന്നു. ഏതാനും സിലിണ്ടറുകൾ എത്തി എന്ന വിവരത്തെ തുടർന്നാണ് ഇത്രയധികം ആളുകൾ എത്തിയത്. 1000-ലധികം ആളുകളാണ് രാവിലെ 7 മണി മുതൽ ഈ ഏജൻസിക്ക് മുമ്പിൽ തടിച്ചുകൂടിയത്. ഇപ്പോൾ ഇവിടെ ഇവരുടെ ഒരു പ്രതികരണത്തിലേക്ക് വരാം. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇവിടെ ഞങ്ങളൊക്കെ രാവിലെ 7 മണിയായപ്പോൾ വന്നതാണ്. ടോക്കൺ അനുസരിച്ചാണ് കൂപ്പൺ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ 50 ഏതാണ്ടാണ് കൂപ്പൺ തന്നേക്കുന്നത്. വളരെ സുതാര്യമായിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. 8 മണിയായപ്പോൾ വന്നതാണ്, നിൽക്കുകയാണ്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. രാവിലെ മുതൽ 7 മണി മുതൽ തന്നെ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഇപ്പോഴും ഈ പാചകവാതകം സിലിണ്ടറുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് സമയമായി വന്നിട്ട്. പിന്നെ രാവിലെ 6 മണിയൊക്കെ കഴിഞ്ഞപ്പം വന്നതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഇത് തന്നെ അവസ്ഥ. ഇത് കിട്ടിയാൽ കഞ്ഞി കുടിക്കാം, ഇല്ലെങ്കിൽ അതും ഇല്ലാതാവും. മെനക്കെട്ട് വന്ന് നിൽക്കുകയാണ്. രാവിലെ വന്നതാണ്. രാവിലെ 6 മണിയാകുമ്പോൾ വന്ന് നിൽക്കുന്നതാണ്. എന്താണ് ഇവിടെ ഏജൻസിന് ഇപ്പോൾ പറയുന്നത്? ഒരു 120 കുറ്റിയുള്ളെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പം തന്നെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കിട്ടുമെന്ന് അറിയില്ല, ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഏതാണ്ട് 120 സിലിണ്ടറുകൾ മാത്രമാണ് ഇപ്പോൾ ഇനി ബാക്കിയുള്ളത്. പക്ഷേ നിൽക്കുന്ന ആളുകളുടെ ഒരു ക്യൂ നമുക്കിപ്പോൾ കാണാം. ഏതാണ്ട് 1000-ലധികം ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് എത്രത്തോളം സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് ഇവർക്കും ഏജൻസിക്കും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു സംഘർഷ സാധ്യത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് 130 കുറ്റിയുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു 150-200 പേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏജൻസിയുടെ ബൈപ്പാസിലും ഒരു സപ്ലൈ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി പരിഹാരം ഉണ്ടാകണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അടിയന്തരമായി ബന്ധപ്പെടണം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം വിട്ടു പോവുക. കാരണം അവർക്ക് ഭക്ഷണമില്ല, ഹോട്ടലെല്ലാം അടച്ചിരിക്കുന്നു, ജോലിയില്ല. അതുകൊണ്ട് എന്തെങ്കിലും അതിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അമ്പിളി, പലപ്പോഴും വന്ന ആളുകൾ പലരും തിരിച്ചു പോയിട്ടുണ്ട്. ജോലിയൊക്കെ മെനക്കെട്ടാണ് പല ആളുകളും എത്തിയത്. അവർക്ക് പലപ്പോഴും ഇനി കൂടുതൽ സമയം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിൽ പോലും അടുക്കളകൾ അടച്ചു പൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രായമുള്ളവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പ്രതീക്ഷയിലാണ്. എന്നാൽ എത്ര സിലിണ്ടറുകൾ കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് കിട്ടും എന്നുള്ളതിൽ ഇപ്പോഴും നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. അമ്പിളി, ശരി. പാചകവാതകത്തിന് വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി കട്ടപ്പനയിൽ ഈ പാചകവാതക ഏജൻസിക്ക് മുമ്പിൽ രാവിലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. 1000-ഓളം പേരാണ് ഇവിടേക്ക് ഒരുമിച്ചെത്തിയത്. എന്നാൽ 300-ൽ താഴെ സിലിണ്ടറുകൾ മാത്രമാണ് വിതരണം ചെയ്യാനുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MC ബോബൻ.